എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിലെ പിണറായി പോലീസ് വളരെ ബുദ്ധിപൂർവമായ അവരുടെ ബൗദ്ധികമായി അവർ വളരെയധികം മുന്നിട്ടിരിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിശാലികളായിട്ടുള്ള ഒരു വിഭാഗമാണ് കേരള പോലീസ്. അവർ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ശബരിമല സംഘർഷ സമയത്ത്, സംഘർഷം എന്ന് പറഞ്ഞാൽ പോലീസുകാരും CPM ഉണ്ടാക്കിയ സംഘർഷമാണ്. അവിടെ ആചാരങ്ങളെ ലംഘിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ഭക്തർ നാമം ജപിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചപ്പോൾ അതിനെ ഈ ഇപ്പോഴത്തെ ഒരു DGP ആണെന്ന് തോന്നുന്നു, DGPയുടെ സ്ഥാനക്കയറ്റം കൊടുത്ത് മനോജ് എബ്രഹാം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ട് അതിനിഷ്ഠൂരമായിട്ടും ക്രൂരമായിട്ടും ഈ പെണ്ണുങ്ങളെ ഉൾപ്പെടെ തല്ലി ചതയ്ക്കുകയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഈ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തല്ലി ചതയ്ക്കുകയും അയ്യപ്പന്റെ പടം വലിച്ച് എറിയുകയും നിലവിളക്ക് ചവിട്ടി എറിയുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായി. ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കിയത് അവരാണ്. ഈ CPMന്റെ നിർദ്ദേശപ്രകാരം പോലീസുമാണ്. ഇങ്ങനെയുള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, അതുപോലെ എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത നമ്മുടെ രാജഗോപാൽ എന്നിവർ അവിടെ വാഹനങ്ങൾ തടഞ്ഞ് അതിക്രമം കാണിച്ചു എന്നും പറഞ്ഞ് മാന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇവരാരും ആ പ്രദേശത്തുള്ളവർ പോലും അല്ല എന്ന് അറിയാമായിട്ട് കൂടി വളരെ ബുദ്ധിശാലികളായിട്ടുള്ള ഈ പിണറായി പോലീസ് കേസ് അങ്ങ് ചാർത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എന്തുമാത്രം പ്രവർത്തകരെ ഇതിനുവേണ്ടി ഈ BJPയുടെ നേതൃത്വത്തെ വിശ്വസിച്ച് ഈ രീതിയിൽ ഈ മുന്നിട്ടിറങ്ങി ഒരുപാട് പേരുണ്ട്. നാമജപഘോഷയാത്ര അത് നടത്തിയിരുന്നെന്ന് പറഞ്ഞാൽ ഈ BJPയുടെ നേതൃത്വത്തിലായിരുന്നില്ല. പ്രതിഷേധവുമായിട്ട് നമ്മുടെ പന്തളം കൊട്ടാരം അത് തീരുമാനിച്ചു. അതിനെ NSS സർവാത്മന പിന്തുണച്ചു. അവർ പൂർണ്ണ പിന്തുണ കൊടുത്ത് രംഗത്തിറങ്ങിയപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു നാമജപ ഘോഷയാത്ര. അത് പിന്നെ മുന്നോട്ട് പോയപ്പോൾ അതിനെ BJP ഏറ്റെടുത്തു. BJPയുടെ നേതൃത്വത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ നടന്നു. ഇങ്ങനെ പ്രതിഷേധിച്ചവരുടെ നേരെയാണ് പോലീസ് അതിക്രമം കാണിച്ചതും ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് എതിരെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ശ്രീധരൻപിള്ളയ്ക്കും രാജഗോപാലിനും ഇങ്ങനെ കുറെ കേസ് വന്നുകൊണ്ടൊന്നും അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നേടി അവർക്കിനിയും അവരുടെ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അവർ. പക്ഷേ ലക്ഷക്കണക്കിനായിട്ടുള്ള സാധാരണ പ്രവർത്തകരുണ്ട് ഈ പ്രക്ഷോഭത്തിലിറങ്ങിയതിൽ. അവരുടെയൊക്കെ ഭാവിയെ തന്നെയാണ് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ് ഈ പിണറായി പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അയാള് പിന്നെ നവകേരള യാത്ര എന്ന് പറഞ്ഞ് കേരളം മൊത്തം ഒന്ന് യാത്ര ചെയ്തു. പിണറായി. അയാളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെന്തോ കാണിച്ചത്? അയാൾക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച് ആ പ്രവർത്തകരെ തലതല്ലി കീറിയതാ. ഹെൽമെറ്റ് വെച്ചും ചെടിച്ചട്ടിയും കൊണ്ട് തലതല്ലി കീറിയതാ DYFI SFI CPM പ്രവർത്തകർ. അവർക്കെതിരെ കേസ് എടുക്കാതെ അത് ഇങ്ങനെ ന്യായീകരിച്ചത് ഈ പിണറായി അത് രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നു. പുള്ളി എന്തോ നമ്മൾ പറയുന്ന ഈ സാഡിസം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു ക്രൂരത കണ്ട് ആനന്ദിക്കുന്ന സ്വഭാവം, ആ മനോഭാവമുള്ള മനുഷ്യനാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി. അദ്ദേഹം ബസ്സിന്റെ ഏറ്റവും മുന്നിൽ ഇരുന്നു കൊണ്ട് അയാളുടെ പാർട്ടിയുടെ യുവജന പ്രവർത്തകര് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയടിച്ചു പൊളിക്കുന്നതും അവരെ അതിക്രൂരമായി ആക്രമിക്കുന്നതും ഒക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നും പറഞ്ഞുള്ള രീതിയിൽ ഇത് കണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹത്തിനെ സൂചിപ്പിക്കുക സത്യത്തിൽ ഇത് അദ്ദേഹത്തിന് ഇത്തരം ഈ അക്രമം കാണുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണെന്നുള്ളത് കൊണ്ടാണ് സത്യത്തില് ഈ ഡിവൈഎഫ്ഐക്കാര് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുള്ള ക്രൂരകൃത്യങ്ങൾ കാണിച്ചത്. കാരണം പിണറായിക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങൾ കാണുന്നതാണ് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത്. പുള്ളിയുടെ മനസ്സിലെ ഒരു നമ്മൾ പറയല്ലോ ഒരു എന്തോ അതിന് നമ്മൾ മലയാളത്തിൽ വാക്ക് അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. സഹാനുഭൂതി. മനസ്സിൽ സഹാനുഭൂതിയോ അങ്ങനൊന്നും ഉള്ള ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ക്രൗര്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ കാണുന്നതാണ് ആനന്ദദായകം. അപ്പം അദ്ദേഹത്തിനെ ആനന്ദിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ യുവ നേതൃത്വ നിര ഇത്തരം അക്രമങ്ങൾ കാണിച്ചപ്പോൾ, തല തല്ലി പൊളിക്കുന്നതും ക്രൂരെ മർദ്ദിക്കുന്നത് കാണിച്ചപ്പോൾ അത് അക്രമമേ അല്ല, അതിനെതിരെ കേസില്ല. എന്നാൽ സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ നടപടിയെടുത്തത് കൂടാതെ ഇതെന്തുവാന്ന് ഈ ഭാഗത്തെങ്ങും ഇല്ലാത്ത രാജഗോപാലിന്റെ ശ്രീധരൻപിള്ളയുടെയും കൂട്ടുള്ളവരുടെ പേരിലും കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അവരുടെ പേര് ക്രിമിനൽ കേസാണ് എടുത്തിരിക്കുന്നത്. ഒരാള് ഗോവയുടെ നിലവിലുള്ള ഗവർണറാണ് ശ്രീധരൻപിള്ള. ഒ രാജഗോപാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ മുൻ കേന്ദ്രമന്ത്രിയാണ്, ആണ്, മുൻ MLA ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഇവരുടെ എല്ലാം പേരിൽ ഇങ്ങനെ വ്യാജ കേസ് എടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സാധാരണ ഒരു കേരളത്തിലെ ഒരു പൗരന്റെ അവസ്ഥ എന്തുമായിരിക്കും കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണത്തിന് കീഴിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ CPM ഭരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന BJPക്ക് ഇതല്ല വരേണ്ടത്, ഇതിൻ്റെ അപ്പുറത്തേതും വരും. കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ ഈ ഹിന്ദു വിശ്വാസികൾക്ക് ദോഷകരമായി നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPMനെയാണ് നമ്മൾ ഇവിടെ തോൽപ്പിക്കേണ്ടതെന്നുള്ള ഒരു ബോധ്യത്തിന് പകരം കോൺഗ്രസിനെ CPM അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് തോൽക്കണം എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നവരാണ് നല്ലൊരു ശതമാനം BJP നേതാക്കളും കേരളത്തിൽ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഈ നേതാക്കന്മാർക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ അനുഭവങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്, അവരാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. അവർക്ക് ഈ കേസുകൾ കാരണം വിദേശത്ത് പോകാൻ സാധിക്കാറില്ല. ഒരു നല്ലൊരു കമ്പനിയിൽ നിന്ന് ഒരു ജോലിക്ക് തൊഴിൽ ലഭിച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നേരെ ഈ കേസ് കിടക്കുന്നു, ഈ ക്രിമിനൽ കേസ് കിടക്കുന്നു. നമ്മുടെ സർക്കാർ സർവീസുകൾ ജോലിക്ക് നമുക്ക് മെമ്മോ വന്നാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, PCC കിട്ടത്തില്ല, ഈ കേസ് കിടക്കുന്നു. അപ്പോൾ നഷ്ടമാർക്കാണ്? സാധാരണക്കാരനായിട്ടുള്ള BJP പ്രവർത്തകൻ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസിക്ക്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ഹിന്ദുക്കളെ ദ്രോഹിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക്, ഹിന്ദു സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിശ്വാസിക്ക് ഇത്തരം ദ്രോഹങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ CPM അധികാരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഞാനൊരു BJP പ്രവർത്തനം, BJP വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഞാൻ BJPയുടെ ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിനെ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം അതേപോലുള്ള അനുഭവങ്ങളാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം CPMന്റെ ഭരണത്തിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ രീതിയിലുള്ള ഒരു നിലപാടെടുക്കുക. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനിയും ഇതേപോലെ നമ്മുടെ ഹിന്ദു മതവിശ്വാസികൾക്ക് ഇതേപോലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതേപോലുള്ള ദ്രോഹങ്ങളും കള്ളക്കേസുകളും അവരുടെ ഭാവി നശിപ്പിക്കുന്ന നടപടികളും ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും നമ്മൾ ഇവിടെ കേരളത്തിൽ
BJP അധികാരത്തിൽ വരും എന്നുണ്ടെങ്കിൽ BJP ജയിപ്പിക്കുക, വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുക. അതുമല്ല BJP അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നോട്ടെ, CPM-നെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതാണ് ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് നിലനിൽപ്പിനുള്ള ഏക മാർഗം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.